ബൈബിൾ ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ കിടപ്പുണ്ട് കൃപയെക്കുറിച്ച്. ഈ കൃപ കിട്ടണം, എന്ത് ചെയ്യണം, കൃപ എന്ത് വഴിയപ്പോൾ കൃപ കിട്ടുക, കൃപ കിട്ടിയാൽ മാത്രം മതി. അതാണ് ദാനിയേൽ 12:12 പറയുന്ന 1335 ദിവസം സ്വസ്ഥതമായ 3.5 വർഷം വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ചിലർക്ക് എന്തിനാ ഈ 3.5 വർഷം? ഇതിൻ്റെ അതൊരു ആത്മീയ രഹസ്യം, ആർക്കും മനസ്സിലാകത്തില്ല. അതാണ് ലൂക്ക 8:10 പറയും, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ ഉപമകൾക്കും രഹസ്യങ്ങൾ, ഒരുപാട് ആത്മീയ രഹസ്യങ്ങളുണ്ട്. ആത്മീയ രഹസ്യങ്ങൾ അതാണ് ഈ ജെറമിയ 33:3 പറയുന്ന, നിന്റെ ബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി. നിഗൂഢമായ കുടുംബത്തിലെ ഒരു നിഗൂഢമായ പ്രശ്നങ്ങളൊക്കെ, മക്കളുടെ നിഗൂഢമായ കാര്യങ്ങൾ, കുടുംബം വലിയൊരു അപകടത്തിലേക്ക് പോകും. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒരു അപകടമൊന്നും കാണുന്നില്ല, പക്ഷെ അവിടെ ഭയങ്കര അപകടമുണ്ട്, വലിയൊരു തിന്മ, ഒരു അപകടപ്പെടാൻ പോകും, കുടുംബം വലിയ പ്രശ്നത്തിൽപ്പെടും. അത് കൃപയുള്ളൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കിട്ടും. അവർ പെട്ടെന്ന് പരിഹരിക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അപകടം കഴിഞ്ഞാൽ അറിയാറ്, പക്ഷെ അപകടം അതല്ല അറിവ്. അപകടത്തിന് മുമ്പേ വരാൻ പോകുന്ന അപകടം വെളിപ്പെട്ട് കിട്ടും. അതാണ് പരിശുദ്ധാത്മാവിന് അതിൻ്റെ വഴിയും, അത് രക്ഷപ്പെടാനുള്ള മാർഗവും പരിശുദ്ധാത്മ കാണിച്ചു തരും. അതാണ് ദൈവിക ജ്ഞാനമുള്ള മക്കളായിട്ട് നമ്മൾ മാറണം. എങ്കിലേ നമുക്ക്, അതാണ് ജ്ഞാനമില്ല ആൾക്ക് ദൈവിക ജ്ഞാനമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 4:7 വചനമുണ്ട്, എന്തും ത്യജിച്ച് ജ്ഞാനം നേടുക. അതായത് എന്തും ത്യജിച്ച് ജ്ഞാനം വാങ്ങിക്കാൻ പറയും, വില കൊടുത്ത് മേടിക്കുക. ഹല്ലേലൂയ. കാരണം ജ്ഞാനമാണ് സർവ്വപ്രധാനമായ അടിസ്ഥാനം. ദൈവിക ജ്ഞാനമില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവിക ജ്ഞാനം അത് വേറെ ലോകത്തിന് ജ്ഞാനമില്ല, ആൾ പുസ്തകത്തിലൂടെ കിട്ടുന്നതല്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കും. ജ്ഞാനം നേടുമ്പോഴാണ് നമ്മുടെ ബന്ധനമൊക്കെ കഴിഞ്ഞു, അപ്പം വിശുദ്ധിയിലേക്ക് എത്താൻ പറ്റും.